ഹലോ എവ്രി വൺ. ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കോസി എക്സ്പെരിമെൻ്റൽ ഡിസൈൻസിനെ കുറിച്ചാണ്. കഴിഞ്ഞ ക്ലാസ്സുകളിലൊക്കെ ആയിട്ട് നമ്മൾ ട്രൂ എക്സ്പെരിമെൻ്റൽ ഡിസൈൻ, അതുപോലെ തന്നെ പ്രീ എക്സ്പെരിമെൻ്റൽ ഡിസൈൻ, അതിൻ്റെ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഡിസൈൻസിനെ കുറിച്ചിട്ടായിരുന്നു നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. സോ ഇന്നത്തെ ഈ വീഡിയോയിൽ നമ്മൾ കോസി എക്സ്പെരിമെൻ്റൽ ഡിസൈൻസ് എന്താണ്, അതിൻ്റെ ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളും ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് കോസി എക്സ്പെരിമെൻ്റൽ ഡിസൈൻസ് ഏതൊക്കെയാണെന്നുള്ളതുമാണ് നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുക. ഈ വീഡിയോ 2 പാർട്ടായിട്ടാണ് ചെയ്യാൻ വിചാരിച്ചിട്ടുള്ളത്. അപ്പോൾ കുറച്ച് ഡിസൈൻസ് ഈ ഫസ്റ്റ് പാർട്ടിൽ പറയും, ആൻഡ് സെക്കൻഡ് പാർട്ടിൽ ബാക്കി റിമൈനിങ് ഡിസൈൻസും നമ്മളതിൽ ഡിസ്കസ് ചെയ്യും. അപ്പോൾ നിങ്ങൾക്ക് അറിയുന്നുണ്ടാവും കോസി എക്സ്പെരിമെൻ്റൽ ഡിസൈൻ. ഈ ടോപ്പിക്ക് നമ്മൾ റിസർച്ചിലെ ഫസ്റ്റ് മൊഡ്യൂളിൽ ഡിസ്കസ് ചെയ്ത സമയത്ത് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിൽ ഡിസ്കസ് ചെയ്ത സെയിം കാര്യങ്ങൾ തന്നെയാണ് നമ്മൾ ഇതിൻ്റെ ഇൻട്രൊഡക്ഷൻ പാർട്ടിൽ പറയാൻ പോകുന്നത്. സോ നിങ്ങൾക്ക് അറിയുന്നുണ്ടാവും കോസി എക്സ്പെരിമെൻ്റൽ ഡിസൈൻ എന്ന് പറയുന്നത്. ശരിക്കും കോസി എക്സ്പെരിമെൻ്റൽ പറയുന്നതിന് മുന്നേ വാട്ട് ഈസ് ട്രൂ എക്സ്പെരിമെൻ്റൽ ഡിസൈൻ എന്നുള്ളത് വെച്ചിട്ട് നമുക്ക് തുടങ്ങാം. സോ ട്രൂ എക്സ്പെരിമെൻ്റൽ ഡിസൈൻ എന്ന് പറയുമ്പം കുറച്ച് ക്രൈറ്റീരിയാസ് സാറ്റിസ്ഫൈ ചെയ്യുന്ന റിസർച്ച് ഡിസൈനെയാണ് നമ്മൾ ട്രൂ എക്സ്പെരിമെൻ്റൽ ഡിസൈൻ. അതായത് ഒരു എന്താ ഐഡിയലായിട്ടുള്ള, അല്ലെങ്കിൽ എല്ലാം നല്ല രീതിയിൽ എല്ലാ വേരിയബിൾസിനും നല്ല രീതിയിൽ കൺട്രോൾ ചെയ്ത് റാൻഡമൈസേഷൻ ചെയ്ത്, അതുപോലെ തന്നെ എക്സ്റ്റേണസ് വേരിയബിൾസിനൊക്കെ പ്രോപ്പറായിട്ട് കൺട്രോൾ ചെയ്ത്, അങ്ങനെ ഒരു പക്ക ഐഡിയലായിട്ട് ചെയ്യുന്ന റിസർച്ച് ഡിസൈനെയാണ് നമ്മൾ ട്രൂ എക്സ്പെരിമെൻ്റൽ ഡിസൈൻ എന്ന് പറയാം. അതായത് കുറച്ച് ക്രൈറ്റീരിയാസ് ഇത് മീറ്റ് ചെയ്താൽ മാത്രമേ നമ്മൾ ട്രൂ എക്സ്പെരിമെൻ്റൽ ഡിസൈൻ എന്ന് പറയുള്ളൂ. അതിൽ ഒന്നാമത്തെ ക്രൈറ്റീരിയ എന്ന് പറയുന്നത് റാൻഡമൈസേഷൻ എന്ന് പറയുന്ന, അല്ലെങ്കിൽ നമ്മൾ റിസർച്ചിൽ അല്ലെങ്കിൽ ആ ഒരു സ്റ്റഡിയിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന സബ്ജക്റ്റിനെ റാൻഡമായിട്ട് അസൈൻ ചെയ്യുക, അല്ലെങ്കിൽ റാൻഡമായിട്ട് സബ്ജക്റ്റിനെ സെലക്ട് ചെയ്യാനുള്ള, അല്ലെങ്കിൽ ഡിഫറെൻറ്റ് ഗ്രൂപ്പിലേക്ക് റാൻഡമായിട്ട് അസൈൻ ചെയ്യാനുള്ള എബിലിറ്റിനെയാണ് നമ്മൾ റാൻഡമൈസേഷൻ എന്ന് പറയുക. സോ ഒരു ട്രൂ എക്സ്പെരിമെൻ്റൽ ഡിസൈൻ ഉണ്ടായിരിക്കേണ്ട ഒരു പ്രോപ്പർട്ടിയാണ് റാൻഡമൈസേഷൻ, അല്ലെങ്കിൽ സബ്ജക്റ്റിനെ റാൻഡമായിട്ട് അസൈൻ ചെയ്യുക എന്നുള്ള ഒരു കപ്പാസിറ്റി അല്ലെങ്കിൽ എബിലിറ്റി. രണ്ടാമത്തെ പോയിൻ്റ് എന്ന് പറയുന്നത് ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾസിനൊക്കെ പ്രോപ്പറായിട്ട് മാനിപ്പുലേറ്റ് ചെയ്യുക, അല്ലെങ്കിൽ എക്സ്ട്രേനസ് വേരിയബിൾസിന് പ്രോപ്പറായിട്ട് കൺട്രോൾ ചെയ്യുക, അല്ലെങ്കിൽ കൺഫൗണ്ടിങ് അല്ലെങ്കിൽ എക്സ്ട്രേനിയസ് ആയിട്ടുള്ള എല്ലാ വേരിയബിൾസിനെയും കറക്റ്റായിട്ട് കൺട്രോൾ ചെയ്ത് ഒരു അക്യുറേറ്റ് ആയിട്ടുള്ള റിസൾട്ട് കിട്ടുക എന്നുള്ളതാണ്. അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ക്രൈറ്റീരിയാസൊക്കെ മീറ്റ് ചെയ്യുന്ന റിസർച്ച് ഡിസൈനെയാണ് നമ്മൾ ട്രൂ എക്സ്പെരിമെൻ്റൽ ഡിസൈൻ എന്ന് പറയുക. എന്നാൽ പ്രീ എക്സ്പെരിമെൻ്റൽ ഡിസൈനും അല്ലെങ്കിൽ കോസി എക്സ്പെരിമെൻ്റൽ ഡിസൈനും ഇതിൽ നിന്നൊക്കെ മാറി ഈ പറയപ്പെട്ട ട്രൂ എക്സ്പെരിമെൻ്റൽ ഡിസൈനിൻ്റെ കുറച്ച് ക്രൈറ്റീരിയാസ് മാത്രം മീറ്റ് ചെയ്യുന്ന, അല്ലെങ്കിൽ ഇതിൽ പറയപ്പെട്ട കുറച്ച് 1-2 ക്രൈറ്റീരിയാസ് മീറ്റ് ചെയ്യുന്ന, എല്ലാ ക്രൈറ്റീരിയാസും വേണ്ട പോലെ സാറ്റിസ്ഫൈ ചെയ്യാത്ത റിസർച്ച് ഡിസൈനെയാണ് നമ്മൾ കോസി എക്സ്പെരിമെൻ്റൽ ഡിസൈൻ എന്ന് പറയുക. ഇപ്പോൾ പ്രീ എക്സ്പെരിമെൻ്റൽ ഡിസൈൻ എന്ന് പറയുമ്പം ഈ ക്രൈറ്റീരിയാസ് അത്ര കണ്ട് സാറ്റിസ്ഫൈ ചെയ്യാത്ത റിസർച്ച് ഡിസൈനാണ്. നമ്മളെപ്പോഴും ഒരു പൈലറ്റ് സ്റ്റഡി അല്ലെങ്കിൽ ഒരു ഐഡിയ കിട്ടാൻ വേണ്ടിയിട്ട് അത്രത്തോളം കൺട്രോൾ ഇല്ലാതെ ഇൻറ്റേർണൽ വാലിഡിറ്റി ഒക്കെ കമ്പാരിറ്റീവ്ലി കുറവായിട്ടുള്ള ഒരു റിസർച്ച് ഡിസൈനാണ് പ്രീ എക്സ്പെരിമെൻ്റൽ ഡിസൈൻ എന്ന് പറയുന്നത്. എന്നാൽ ട്രൂ എന്ന് പറയുമ്പോൾ അത് ഈ പറയപ്പെട്ട എല്ലാ ക്രൈറ്റീരിയാസും സാറ്റിസ്ഫൈ ചെയ്ത് നമുക്ക് അക്യുറേറ്റ് ആയിട്ടുള്ളൊരു റിസൾട്ടായിരിക്കും ഇതിൽ നിന്ന് കിട്ടുക. എന്നാൽ എല്ലാ കേസിലും ഇതെന്തല്ല, നമുക്ക് ഈ ട്രൂ എക്സ്പെരിമെൻ്റൽ ഡിസൈന് ചെയ്യുക എന്നുള്ളത് അത്ര ആപ്ലിക്കബിൾ ആയിട്ടുള്ളൊരു കാര്യമല്ല. ഇപ്പോൾ നമ്മൾ പ്രാക്ടിക്കൽ സെറ്റിങ്സിലൊക്കെ ഇത് റിസർച്ച് ചെയ്യുന്ന സമയത്ത് എപ്പോഴും നമ്മൾ മോസ്റ്റ് പ്രോബബ്ലി കൂടുതൽ യൂസ് ചെയ്യാറുള്ളത് കോസി എക്സ്പെരിമെൻ്റൽ ഡിസൈനാണ്. അപ്പം കോസി എക്സ്പെരിമെൻ്റൽ ഡിസൈൻ എന്ന് പറയുന്ന സമയത്ത് ട്രൂ എക്സ്പെരിമെൻ്റൽ ഡിസൈനിൽ അല്ലെങ്കിൽ ട്രൂ എക്സ്പെരിമെൻ്റൽ ഡിസൈൻ ആവണമെന്നുണ്ടെങ്കിൽ അത് മീറ്റ് ചെയ്യേണ്ട കുറച്ച് ക്രൈറ്റീരിയാസ്, ആ ക്രൈറ്റീരിയാസ് എല്ലാം സാറ്റിസ്ഫൈ ചെയ്യാത്ത ഒരു 1-2 ക്രൈറ്റീരിയാസ് സാറ്റിസ്ഫൈ ചെയ്ത്, എന്നാൽ ഫുള്ളി ഈ ക്രൈറ്റീരിയാസ് സാറ്റിസ്ഫൈ ചെയ്യാത്ത റിസർച്ച് ഡിസൈനെയാണ് നമ്മൾ കോസി എക്സ്പെരിമെൻ്റൽ ഡിസൈൻ എന്ന് പറയുക. ഓക്കെ, അപ്പം എ കോസി എക്സ്പെരിമെൻറ്റ് ഈസ് വൺ ദാറ്റ് അപ്ലൈസ് ആൻ എക്സ്പെരിമെൻ്റൽ ഇൻ്റർപ്രിട്ടേഷൻ ടു റിസൾട്ട് ദാറ്റ് ഡു നോട്ട് മീറ്റ് ഓൾ ദ റിക്വയർമെൻറ്റ്സ് ഓഫ് എ ട്രൂ എക്സ്പെരിമെൻറ്റ്.
ട്രൂ എക്സ്പെരിമെൻ്റൽ ഡിസൈനിലെ എല്ലാ ക്രൈറ്റീരിയാസും റിക്വയർമെൻറ്റ്സും റിക്വയർമെൻറ്റ്സും സാറ്റിസ്ഫൈ ചെയ്യാത്ത അല്ലെങ്കിൽ മീറ്റ് ചെയ്യാത്ത റിസർച്ച് ഡിസൈനെയാണ് കോസി എക്സ്പെരിമെൻ്റൽ ഡിസൈൻ എന്ന് പറയുക. അപ്പം കോസി എക്സ്പെരിമെൻ്റൽ ഡിസൈൻ ൻ്റെ കുറച്ച് ക്യാരക്ടറിസ്റ്റിക്സ് എന്താണെന്ന് വെച്ചാൽ, ഹിയർ the experimenter has some control over the manipulation of independent variables. എക്സ്പെരിമെൻ്റർക്ക് ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾസ് മാനിപ്പുലേറ്റ് ചെയ്യുന്നതിൽ ഒരു ഫുള്ളി കൺട്രോൾ ഇല്ല എന്ന ഒരു എക്സ്റ്റെൻറ്റ് മാത്രമേ കോസി എക്സ്പെരിമെൻ്റൽ ഡിസൈനിൽ ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾസിനെ എക്സ്പെരിമെൻ്റർക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുള്ളൂ. അതായത് ഫുള്ളി കൺട്രോൾ ചെയ്യാൻ പറ്റില്ല, എന്നാൽ സം എക്സ്റ്റെൻറ്റിൽ എന്ത് ചെയ്യാൻ പറ്റും, കൺട്രോൾ ചെയ്യാൻ പറ്റും. പക്ഷേ ഇവിടെ അതർ ബേസിക് റിക്വയർമെൻറ്റ് ഓഫ് ട്രൂ എക്സ്പെരിമെൻറ്റ് ദാറ്റ് ഈസ് ക്രിയേറ്റിംഗ് ഇക്വാലൻറ്റ് ഗ്രൂപ്പ് അല്ലെങ്കിൽ നോ റാൻഡം അസൈൻമെൻറ്റ്. സബ്ജക്റ്റിനെ റാൻഡമായിട്ട് അസൈൻ ചെയ്യുക എന്ന് പറയുന്ന ഒരു ക്രൈറ്റീരിയ ഇവിടെ എന്തല്ല, പോസിബിൾ അല്ല. അല്ലെങ്കിൽ നമ്മളിപ്പം റാൻഡമൈസേഷൻ ചെയ്ത ഒരു ഗ്രൂപ്പിന്, അതായത് പ്രോപ്പറായിട്ട് സബ്ജക്റ്റിനെ റാൻഡമായിട്ട് ഓരോ ഗ്രൂപ്പിലേക്കും അസൈൻ ചെയ്തിട്ടുള്ള ഡിസൈൻ ഉണ്ടാവുമല്ലോ, അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഗ്രൂപ്പിനെയാണ് നമ്മൾ ഇക്വാലൻറ്റ് ഗ്രൂപ്പ് എന്ന് പറയുക. അതായത് റാൻഡമൈസേഷൻ നടത്തിയിട്ട് നമ്മൾ ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്യുക അല്ലെങ്കിൽ ഗ്രൂപ്പിലേക്ക് അസൈൻ ചെയ്യുന്ന ആ ഒരു ഗ്രൂപ്പിനെയാണ് നമ്മൾ ഇക്വാലൻറ്റ് ഗ്രൂപ്പ് എന്ന് പറയുക. സോ ഇവിടെ എന്തല്ല, റാൻഡമൈസേഷൻ അല്ലെങ്കിൽ റാൻഡം അസൈൻമെൻറ്റ് ഓഫ് സബ്ജക്റ്റ് ഇവിടെ പോസിബിൾ അല്ല. സോ ഇവിടെ രണ്ട് കാര്യങ്ങളാണ് പറയുന്നത്. ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾസിനെ ഒരു എക്സ്റ്റെൻറ്റ് വരെ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, കൺട്രോൾ ചെയ്യാൻ പറ്റുള്ളൂ. പ്ലസ് ഇവിടെ റാൻഡമൈസേഷൻ, സബ്ജക്റ്റിന് റാൻഡമായിട്ട് അസൈൻ ചെയ്യൽ പോസിബിൾ അല്ല എന്നുള്ളതാണ്. ആക്ച്വലി ഈ റിസർച്ച്, അതായത് കോസി എക്സ്പെരിമെൻ്റൽ റിസർച്ച് എപ്പോഴും ട്രൂ എക്സ്പെരിമെൻ്റൽ റിസർച്ച് ചെയ്യുന്നത് പോലെ അല്ലെങ്കിൽ ട്രൂ എക്സ്പെരിമെൻ്റൽ റിസർച്ചിലേക്ക് എത്താൻ വേണ്ടിയിട്ട് ഓൾവേസ് ട്രൈ ചെയ്യാറുണ്ട്. അല്ലെങ്കിൽ എപ്പോഴും അങ്ങനെ ട്രൂ എക്സ്പെരിമെൻറ്റിന് പോലെ പക്കാ റിസൾട്ട് കിട്ടണം, അല്ലെങ്കിൽ അക്യുറേറ്റ് ആയിട്ടുള്ള റിസൾട്ട് കിട്ടണം, ഇൻറ്റേർണൽ വാലിഡിറ്റി കൂട്ടണം എന്നുള്ള രീതിയിൽ എപ്പോഴും ഫോളോ ചെയ്യാറുണ്ട്. ഓക്കെ, ഫോളോ ചെയ്യാറുണ്ട്. സോ അത്തരത്തിലുള്ള ഡിസൈനെയാണ് നമ്മൾ കോംപ്രമൈസ് ഡിസൈൻ എന്ന് നമ്മൾ പറയും. അതായത് എപ്പോഴും കോസി എക്സ്പെരിമെൻ്റൽ ഡിസൈൻ ട്രൂ എക്സ്പെരിമെൻറ്റിലേക്ക് അല്ലെങ്കിൽ ട്രൂ എക്സ്പെരിമെൻറ്റിൻ്റെ ക്രൈറ്റീരിയാസ് സാറ്റിസ്ഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കും. സോ ഈ കോസി എക്സ്പെരിമെൻ്റൽ ഡിസൈനെ നമ്മൾ കോംപ്രമൈസ് ഡിസൈൻ എന്ന പേരിലും കൂടെ അറിയപ്പെടാറുണ്ട്. ഇവിടെ കോസി എക്സ്പെരിമെൻ്റൽ ഡിസൈൻ എന്ന് പറയുന്നത് പാർട്ട്ലി അല്ലെങ്കിൽ ഒരു ഹാഫ് ഇൻ ദ വേ ഒരു ട്രൂ എക്സ്പെരിമെൻ്റൽ ഡിസൈൻസ് തന്നെയാണ്. എപ്പോഴും എക്സ്ട്രേനസ് വേരിയബിൾസിനൊക്കെ പ്രോപ്പറായിട്ട് കൺട്രോൾ ചെയ്യാൻ ട്രൈ ചെയ്യും. പക്ഷേ എല്ലാ എക്സ്ട്രേനസ് വേരിയബിൾസിനെയും പക്കായിട്ട് അല്ലെങ്കിൽ ഫുള്ളി കൺട്രോൾ ചെയ്യാൻ ഇവിടെ ഈ കോസി എക്സ്പെരിമെൻ്റ് ഡിസൈനിന് പോസിബിൾ അല്ല. അതുകൊണ്ട് തന്നെ ഇൻറ്റേർണൽ വാലിഡിറ്റി കുറയാനുള്ള വെൻ കമ്പയർഡ് ടു ട്രൂ എക്സ്പെരിമെൻ്റൽ ഡിസൈൻ ഇൻറ്റേർണൽ വാലിഡിറ്റി കുറയാനുള്ള ചാൻസും ഇവിടെ ഉണ്ട് എന്നുള്ളതാണ്. സോ ഇവിടെ സബ്ജക്റ്റിന് ഇപ്പോൾ നമ്മൾ പറഞ്ഞത് മെയിൻ പോയിൻ്റ് എന്ന് പറയുന്നത് സബ്ജക്ട്സിനെ റാൻഡമായിട്ട് എക്സ്പെരിമെൻ്റൽ ഗ്രൂപ്പിലേക്കും അല്ലെങ്കിൽ കൺട്രോൾ ഗ്രൂപ്പിലേക്ക് റാൻഡമായിട്ട് അസൈൻ ചെയ്യുന്നത് പോസിബിൾ അല്ല. ഇവിടെ സബ്ജക്റ്റിനെ റാൻഡമായിട്ടല്ല എക്സ്പെരിമെൻ്റൽ ആൻഡ് കൺട്രോൾ ഗ്രൂപ്പിലേക്ക് അസൈൻ ചെയ്യുന്നത്. സോ ഹിയർ ദ ഇക്വാലൻസ് ഓഫ് ദ ഗ്രൂപ്പ് ഈസ് നോട്ട് മെയിൻറ്റൈൻഡ്. സോ ഇവിടെ ക്രിയേറ്റ് ചെയ്യുന്ന ഗ്രൂപ്പുകൾ എന്തല്ല, ഇക്വാലൻറ്റ് ഗ്രൂപ്പല്ല. ഗ്രൂപ്പുകൾ തമ്മിൽ ഒരു ഇക്വാലൻസ് എന്ത് ചെയ്യുന്നില്ല, മെയിൻറ്റെയിൻ ചെയ്യുന്നില്ല എന്നുള്ളതാണ്. ഇവിടെ ഇങ്ങനെയുള്ള ഡിസൈനിൽ അല്ലെങ്കിൽ കോസി എക്സ്പെരിമെൻ്റൽ ഡിസൈനിൽ കൂടുതലായിട്ടും കോസി ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾസ് അല്ലെങ്കിൽ കോസി എക്സ്പെരിമെൻറ്റിലുള്ള ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾസിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് കോസി ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾസ്. ഈ കോസി ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾസ് എന്ന് പറയുന്ന സമയത്ത് ഇവിടെ റിസർച്ചർ ഒരു സബ്ജക്റ്റിനെ ഒരു ഗ്രൂപ്പിലേക്ക് അസൈൻ ചെയ്യുന്നില്ല എന്ന് നമ്മൾ പറഞ്ഞു. അതിന് പകരം സബ്ജക്ട്സ് ആർ അസൈൻ ടു എ പർട്ടിക്കുലർ കണ്ടീഷൻ ബിക്കോസ് ദേ ഓൾറെഡി ക്വാളിഫൈ ഫോർ ദാറ്റ് കണ്ടീഷൻ ഡ്യൂ ടു സം ഇൻഹെറൻറ്റ് ക്യാരക്ടറിസ്റ്റിക്സ്. ഇവിടെ കോസി എക്സ്പെരിമെൻ്റൽ ഡിസൈനിൽ സബ്ജക്റ്റിനെ നമ്മൾ ഈ റിസർച്ചർ ഒരു ഗ്രൂപ്പുകൾ അല്ലെങ്കിൽ റാൻഡംലി അസൈൻ ചെയ്യുന്നില്ല. പകരം സബ്ജക്ട്സിൻ്റെ ഇൻഹെറൻ്റ് ആയിട്ടുള്ള കുറച്ച് ക്യാരക്ടറിസ്റ്റിക്സ് ലൈക്ക് ഇപ്പം സബ്ജക്റ്റിൻ്റെ ഏജ്, സെക്സ്, റേസ്,
ആളുടെ ബാക്ക്ഗ്രൗണ്ട് എക്സ്പീരിയൻസ്, ഇങ്ങനെയുള്ള പേഴ്സണാലിറ്റി ക്യാരക്ടറിസ്റ്റിക്സ് ൻ്റെ ബേസിൽ അത് ഓൾറെഡി ആ ഒരു സബ്ജക്റ്റിൽ ഇൻഹെറൻ്റ് ആയിട്ടുള്ള ക്യാരക്ടറിസ്റ്റിക്സ് ആയിരിക്കും. ഇതിൻ്റെ ബേസിലായിരിക്കും സബ്ജക്റ്റിനെ ഡിഫറെൻറ്റ് ഗ്രൂപ്പുകളാക്കിയിട്ട് എന്ത് ചെയ്യുന്നുണ്ടാവുക, ഡിവൈഡ് ചെയ്യുന്നില്ല അല്ലെങ്കിൽ അസൈൻ ചെയ്യുന്നുണ്ടാവുക. സോ ഇത്തരത്തിലുള്ള ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾസിനെയാണ് നമ്മൾ കോസി ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾസ് വിച്ച് ആർ used in Cauchy experimental design. So instead subjects are assigned to a particular condition because they already qualify for that condition due to some inherent characteristics. ഇവിടെ സബ്ജക്റ്റിനെ സെപ്പറേറ്റ് ഗ്രൂപ്പിലേക്ക് നമ്മൾ അസൈൻ ചെയ്യുന്നില്ല, പകരം ഈ സബ്ജക്ട്സിൻ്റെ ഇൻഹെറൻ്റ് ആയിട്ടുള്ള കുറച്ച് ക്യാരക്ടറിസ്റ്റിക്സ് സബ്ജക്റ്റിനെ ഒരു കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നു അല്ലെങ്കിൽ ഒരു പർട്ടിക്കുലർ ഗ്രൂപ്പിലേക്ക് അസൈൻ ചെയ്യാനാണ്. സോ ഇത്തരത്തിലുള്ള ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾസിന് ഇപ്പം ഒരു സബ്ജക്റ്റിൻ്റെ ഏജ് അല്ലെങ്കിൽ സെക്സ്, ഇപ്പം ഒരു സബ്ജക്റ്റ് മെയിൽ ഫീമെയിൽ എന്നുള്ളത് ഇവിടെ റിസർച്ചർക്ക് അവിടെ ഇങ്ങനെയുള്ള കാറ്റഗറൈസേഷനിൽ ഒരു റോളില്ല, പകരം ഓൾറെഡി ഇൻഹെറൻ്റ് ആയിട്ടുള്ള ഈ ക്യാരക്ടറിസ്റ്റിക്സിൻ്റെ ബേസിലായിരിക്കും നമ്മൾ മെയിൽ ഒരു ഗ്രൂപ്പ് അല്ലെങ്കിൽ ഫീമെയിൽ ഒരു ഗ്രൂപ്പിൽ എന്നൊക്കെ നമ്മൾ അസൈൻ ചെയ്യുന്നുണ്ടാവുക. സോ ഇത്തരത്തിലുള്ള സബ്ജക്റ്റീവായിട്ടുള്ള പേഴ്സണാലിറ്റി ക്യാരക്ടറിസ്റ്റിക്സ് ആയിട്ടുള്ള വേരിയബിൾസിനെയാണ് നമ്മൾ കോസി ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾസ് എന്ന് പറയാം. ഓക്കെ, ഇനി such designs are better than pre-experimental design. That is, quasi-experimental designs are better than pre-experimental design, although they are not as adequate as the true experimental design. ഇപ്പോൾ ഈ കോസി എക്സ്പെരിമെൻ്റൽ ഡിസൈൻ എന്ന് പറയുന്ന സമയത്ത് പ്രീ എക്സ്പെരിമെൻറ്റിന് കമ്പയർ ചെയ്യുമ്പോൾ കുറച്ചും കൂടി ബെറ്റർ ആയിട്ടുള്ള ഒരു ഡിസൈനെ ആണ്. വൈൽ കമ്പയറിങ് വിത്ത് ട്രൂ എക്സ്പെരിമെൻ്റൽ ഡിസൈൻ, കോസി എക്സ്പെരിമെൻ്റൽ ഡിസൈൻ എന്ന് പറയുന്നത് കുറച്ചും കൂടെ ഒരു ഇമ്പ്രൂവ്മെൻ്റ് അല്ലെങ്കിൽ അത്രത്തോളം ഒരു ബെറ്റർ ആയിട്ടുള്ള ഒരു റിസർച്ച് ഡിസൈൻ അല്ല എന്നുള്ളതാണ്. So the Cauchy experimental design somewhere in between the pre-experimental design and true experimental ഡിസൈൻ്റെയും ഇടയിൽ കിടക്കുന്ന ഒരു ഡിസൈനാണ് കോസി എക്സ്പെരിമെൻ്റൽ ഡിസൈൻ എന്ന് പറയുന്നത്. ഇനി ക്യാമ്പൽ ആൻഡ് സ്റ്റാൻലിൻ്റെ ട്രൂ എക്സ്പെരിമെൻ്റൽ ഡിസൈൻ്റെയും അതുപോലെ തന്നെ പ്രീ എക്സ്പെരിമെൻ്റൽ ഡിസൈൻ്റെയും ക്ലാസിഫിക്കേഷനൊക്കെ നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞതാണ്. അതുപോലെ തന്നെ ഇവരുടെ കോസി എക്സ്പെരിമെൻ്റൽ ഡിസൈനിലും കുറച്ച് ടൈപ്സുകൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അത് ഒരുപാട് ടൈപ്സ് ഉണ്ട്, അതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് ടൈപ്സ് നമുക്ക് പറയാവുന്നതാണ്. അതിൽ ഒന്നാമത്തെ ടൈപ്പ് എന്ന് പറയുന്നത് ടൈം സീരീസ് ഡിസൈനാണ്. ടൈം സീരീസ് ഡിസൈൻ എന്ന് പറയുന്ന സമയത്ത് ഇത് നമ്മൾ കോസി എക്സ്പെരിമെൻ്റൽ ഡിസൈൻ്റെ അണ്ടറിൽ വരുന്ന ഒരു ഡിസൈനാണ് ടൈം സീരീസ് ഡിസൈൻ. ഇത് എക്സാമിന് ചോദിക്കുന്ന സമയത്ത് ഒന്നിനെ ഇൻ ഡീറ്റെയിൽ ആയിട്ട് എഴുതേണ്ട ആവശ്യമില്ല. ഡിപ്പെൻഡിങ് അപ്പോൺ വെയിറ്റേജ് എത്രയാണോ ചോദിക്കുന്നത് അതിൻ്റെ ബേസിൽ നിങ്ങൾ എക്സ്പാൻഡ് ചെയ്തും അതുപോലെ ബ്രീഫായിട്ടും എഴുതാൻ നോക്കുക. സോ ഫസ്റ്റ് ടൈപ്പ് ഓഫ് കോസി എക്സ്പെരിമെൻ്റൽ ഡിസൈൻ എന്ന് പറയുന്നത് ടൈം സീരീസ് ഡിസൈനാണ്. ടൈം സീരീസ് ഡിസൈൻ എന്ന് പറയുന്ന സമയത്ത് ഒരു കൺട്രോൾ ഗ്രൂപ്പോ അല്ലെങ്കിൽ കമ്പാരിസൺ ഗ്രൂപ്പോ യൂസ് ചെയ്യാൻ പോസിബിൾ അല്ലാത്തൊരു കണ്ടീഷൻ വരുന്ന സമയത്ത്, അതായത് ഒരു കമ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു കൺട്രോൾ അല്ലെങ്കിൽ കമ്പാരിസൺ ഗ്രൂപ്പ് വെക്കാൻ ഇല്ലാത്ത അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു പോസിബിലിറ്റി ഇല്ലാത്ത കണ്ടീഷൻസിലാണ് പൊതുവേ നമ്മൾ ടൈം സീരീസ് ഡിസൈൻ യൂസ് ചെയ്യുക. ദ ടൈം സീരീസ് ഡിസൈൻ ഈസ് യൂസ്ഡ് വെൻ ഇറ്റ് ഈസ് നോട്ട് പോസിബിൾ ടു ഇൻക്ലൂഡ് എ കൺട്രോൾ ഓർ കമ്പാരിസൺ ഗ്രൂപ്പ് ഇൻ എൻ എക്സ്പെരിമെൻറ്റ്. സോ ഒരു കൺട്രോൾ ഗ്രൂപ്പിൻ്റെ ഒരു അവൈലബിലിറ്റിക്ക് ഇല്ലാത്ത സമയത്താണ് നമ്മൾ ഈ ഒരു ഡിസൈൻ യൂസ് ചെയ്യുക. ഇവിടെ ഈ ഒരു ഡിസൈനിൽ നമ്മൾ എക്സ്ട്രേനസ് വേരിയബിൾസിനെ കൺട്രോൾ ചെയ്യുന്നത് മൾട്ടിപ്പിൾ മെഷർമെൻറ്റ്സ് എടുത്തിട്ടാണ്. മൾട്ടിപ്പിൾ മെഷർമെൻറ്റ്സ് എന്ന് പറയുമ്പോൾ ഒരു ട്രീറ്റ്മെൻറ്റ് കൊടുക്കുന്നതിന് മുന്നേയും ആഫ്റ്റർ ഗിവിങ് എ ട്രീറ്റ്മെൻറ്റ്, ഒരു ട്രീറ്റ്മെൻറ്റ് കൊടുത്തതിന് ശേഷവും നമ്മൾ മൾട്ടിപ്പിൾ മെഷർമെൻറ്റ്സ് എടുക്കുന്നതിലൂടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ കമ്പാരിസൺ ഗ്രൂപ്പിൻ്റെ ഒരു ലാക്ക് നമുക്ക് കുറക്കാൻ പറ്റിയിട്ട് അല്ലെങ്കിൽ ആ ഒരു എക്സ്ട്രേനിയസ് വേരിയബിളിനെ പ്രോപ്പറായിട്ട് കൺട്രോൾ ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. സോ
ഇവിടെ ഈ ഒരു ഡിസൈനിൽ മെയിൻലി ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ മൾട്ടിപ്പിൾ മെഷർമെൻറ്റ്സ് എടുക്കുക. അതായത് ഒരു ട്രീറ്റ്മെൻറ്റ് കൊടുത്തതിന് മുന്നേയും ശേഷവും നമ്മൾ മൾട്ടിപ്പിൾ ആയിട്ടുള്ള മെഷർമെൻറ്റ്സ് എടുക്കുക. അതിലൂടെ നമുക്ക് എക്സ്ട്രേനസ് വേരിയബിൾസിനൊക്കെ എന്ത് ചെയ്യാൻ പറ്റും, കൺട്രോൾ ചെയ്യാൻ പറ്റും. ഇനി ഈ സീരീസിൻ്റെ ഫീച്ചേഴ്സ് എന്താണെന്നുള്ളത് നോക്കാം. അപ്പോൾ ഒന്നാമത്തെ പോയിൻ്റ് എന്ന് പറയുന്നത് റിപ്പീറ്റഡ് മെഷർമെൻറ്റ്സ്. ഇപ്പോൾ നിങ്ങൾക്ക് ഇത് അത്രത്തോളം ക്ലിയർ ആയിട്ടുണ്ടാവില്ല. ഇനി നമുക്ക് എക്സാമ്പിളും അതിൻ്റെ ഡയഗ്രമൊക്കെ പറയുമ്പോൾ കുറച്ചുകൂടെ ക്ലിയർ ആവും. സോ ഫീച്ചേഴ്സ് എന്തൊക്കെയാണെന്നുള്ളത് നോക്കാം. ഫീച്ചേഴ്സ് എന്ന് പറയുമ്പോൾ റിപ്പീറ്റഡ് മെഷർമെൻറ്റ്, നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ദ ഡിസൈൻ ഇൻവോൾവ്സ് ടേക്കിംഗ് സെവറൽ പ്രീ ടെസ്റ്റ്. ഇവിടെ മെയിൻലി നമ്മൾ ഒരു ട്രീറ്റ്മെൻറ്റ് കൊടുക്കുന്നതിന് മുന്നേ ഒരുപാട് പ്രീ ടെസ്റ്റുകൾ, അതായത് ഒബ്സർവേഷൻ 1, ഒബ്സർവേഷൻ 2, ഒബ്സർവേഷൻ 3 എക്സെട്ര, അങ്ങനെ ഒരുപാട് പ്രീ ടെസ്റ്റുകൾ എടുക്കുന്നു ബിഫോർ ദ ട്രീറ്റ്മെൻറ്റ് ആൻഡ് സെവറൽ പോസ്റ്റ് ടെസ്റ്റ് ആഫ്റ്റർ ദ ട്രീറ്റ്മെൻറ്റ് എടുത്തതിന് ശേഷം നമ്മൾ വീണ്ടും ഒബ്സർവ് ചെയ്യുകയാണ്. ഒന്നിലധികം തവണ മൾട്ടിപ്പിൾ മെഷർമെൻറ്റ്സ്, റിപ്പീറ്റഡ് മെഷർമെൻറ്റ്സ് എടുത്തിട്ട് നമ്മൾ എന്ത് ചെയ്യുകയാണ്, മെഷർ ചെയ്യുകയാണ്. ഇത് മൾട്ടിപ്പിൾ ടെസ്റ്റുകൾ അല്ലെങ്കിൽ മൾട്ടിപ്പിൾ മെഷർമെൻറ്റ്സ് എടുക്കുന്നതിലൂടെ പ്രോപ്പറായിട്ട് നമുക്ക് എക്സ്ട്രേനസ് വേരിയബിൾസിനെയും ബാക്കിയുള്ള അൺവാണ്ടഡ് ആയിട്ടുള്ള എലമെൻസിൽ നിന്നൊക്കെ പ്രോപ്പറായിട്ട് ഡിസൈൻ അല്ലെങ്കിൽ ഡാറ്റേനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കൺട്രോൾ ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. സോ ടൈം സീരീസ് ഡിസൈനോട് ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഒരു ട്രീറ്റ്മെൻറ്റ്, ഫോർ എക്സാമ്പിൾ നമ്മളിപ്പോൾ ഒരു ആങ്സൈറ്റി കുറക്കാൻ വേണ്ടിയിട്ട് ഒരു സബ്ജക്റ്റ്, ആ സബ്ജക്റ്റിൻ്റെ ഒരു പർട്ടിക്കുലർ ആയിട്ടുള്ളൊരു കാര്യത്തിനോടുള്ള ആങ്സൈറ്റി കുറക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഒരു ആങ്സൈറ്റി മാനേജിങ് ആയിട്ട്, ഇപ്പോൾ ആങ്സൈറ്റി വേണ്ട, ഒരു സ്ട്രെസ് മാനേജ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ സ്ട്രെസ് മാനേജ്മെൻറ്റ് ടെക്നിക്സുകളൊക്കെ അല്ലെങ്കിൽ മെഡിറ്റേഷൻ പോലെയുള്ള ടെക്നിക്കൊക്കെ എന്ത് ചെയ്യുകയാണ്, കൊടുക്കുകയാണെന്ന് വിചാരിക്കാം. അപ്പം ഈ മെഡിറ്റേഷൻ എന്ന് പറയുന്ന ഈ ട്രീറ്റ്മെൻറ്റ് കൊടുക്കുന്നതിന് മുന്നേ പ്രീ ടെസ്റ്റ് നമ്മൾ എന്ത് ചെയ്യും, ഒരുപാട് തവണ ആ ഒരു സബ്ജക്റ്റിനെ ഒബ്സർവ് ചെയ്യും. അതായത് ഇപ്പം ഒരു മാസത്തിൽ ഫസ്റ്റ് വീക്ക് നമ്മൾ ഒബ്സർവ് ചെയ്തു, സെക്കൻഡ് വീക്ക് നമ്മൾ ഒബ്സർവ് ചെയ്തു, തേർഡ് വീക്ക് ഒബ്സർവ് ചെയ്തു, ഫോർത്ത് വീക്ക് ഒബ്സർവ് ചെയ്തു. അതായത് മൾട്ടിപ്പിളായിട്ട് നമ്മൾ ഒബ്സർവ് ചെയ്തു. എന്നിട്ട് നമ്മൾ ഈ ആൾക്ക് അല്ലെങ്കിൽ ഈ ഒരു സബ്ജക്റ്റിന് നമ്മൾ എന്ത് കൊടുക്കുകയാണ്, മെഡിറ്റേഷൻ എന്ന് പറയുന്ന ഒരു ട്രീറ്റ്മെൻറ്റ് കൊടുക്കുകയാണ്. അതിന് ശേഷം ആളുടെ ബിഹേവിയറിൽ എന്തെങ്കിലും മാറ്റം ഉണ്ടോ എന്നറിയാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുകയാണ്, വീണ്ടും ട്രീറ്റ്മെൻറ്റ് കൊടുത്തതിന് ശേഷം ഒരു അടുത്ത മാസം ഒരു ഫസ്റ്റ് വീക്ക്, സെക്കൻഡ് വീക്ക്, തേർഡ് വീക്ക്, ഫോർത്ത് വീക്ക്, അങ്ങനെ നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് റിപ്പീറ്റഡ് ആയിട്ട് മെഷർ ചെയ്യുകയാണ്. സോ ഇതെന്ന് പറയുന്നത് ഒരു ടൈം സീരീസ് ഡിസൈനിന് എക്സാമ്പിളാണ്. അതായത് ഈ ഡയഗ്രത്തിൽ ഇൻഡിക്കേറ്റ് ചെയ്യുന്ന പോലെ, അതായത് ടൈം സീരീസ് ഡിസൈനിൻ്റെ ഡയഗ്രം എന്ന് പറയുന്നത് ഇപ്പം ഈ റെഡ് കളറിൽ കാണിച്ചിട്ടുള്ള O1, O2, O3, O4 ബിഫോർ ദ പ്രീ ടെസ്റ്റ് അല്ലെങ്കിൽ ബിഫോർ ദ ട്രീറ്റ്മെൻറ്റ് ആൻഡ് ആഫ്റ്റർ ഗിവിങ് ട്രീറ്റ്മെൻറ്റ് പോസ്റ്റ് ടെസ്റ്റിൽ നമ്മൾ മൾട്ടിപ്പിൾ ഒബ്സർവേഷൻ നടത്തുകയാണെന്നുള്ളതാണ്. സോ ഇതെന്താണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് എന്നുള്ളതാണ് നമ്മളിവിടെ കൊടുത്തിട്ടുള്ളത്. ഇറ്റ് ഈസ് ഒബ്വിയസ് ഫ്രം ദ എബോവ് ഡയഗ്രം ദാറ്റ് എ സീരീസ് ഓഫ് പ്രീ ടെസ്റ്റ് ആർ ഗിവൺ ടു ദ ഗ്രൂപ്പ്. നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, സീരീസ് ഓഫ് പ്രീ ടെസ്റ്റ് കൊടുത്തിട്ടുണ്ട്. ദ ട്രീറ്റ്മെൻറ്റ് എക്സ് ഈസ് ഗിവൺ ആൻഡ് എ സീരീസ് ഓഫ് പോസ്റ്റ് ടെസ്റ്റ് ആർ ഗിവൺ ടു ദ സെയിം ഗ്രൂപ്പ്. ആ ഗ്രൂപ്പിനെ തന്നെ നമ്മൾ ട്രീറ്റ്മെൻറ്റ് കൊടുത്തതിന് ശേഷം മൾട്ടിപ്പിൾ ടെസ്റ്റുകൾ എടുത്തിട്ടുണ്ട്. So the design differs from the single group pre-test post-test design because instead of giving a single pre-test and post-test, a series of pre-test and post-test are given. അപ്പോൾ നിങ്ങൾ നേരത്തെ നമ്മൾ ട്രൂ എക്സ്പെരിമെൻറ്റിലും അതേപോലെ തന്നെ പ്രീ എക്സ്പെരിമെൻ്റൽ ഡിസൈനിലൊക്കെ പറഞ്ഞ പോലെ ഇത് പ്രീ ടെസ്റ്റ് പോസ്റ്റ് ടെസ്റ്റ് ഡിസൈനിൽ, സിംഗിൾ ഗ്രൂപ്പ് പ്രീ ടെസ്റ്റ് പോസ്റ്റ് ടെസ്റ്റ് ഡിസൈനിൽ നിന്നും കുറച്ച് ഡിഫറെൻ്റ് ആണ്. കാരണം എന്താണെന്ന് വെച്ചാൽ അവിടെ ബിഫോർ ഒരു ട്രീറ്റ്മെൻറ്റ് കൊടുക്കുന്നതിന് മുന്നേ ഒരു സിംഗിൾ മെഷറും അല്ലെങ്കിൽ മെഷർമെൻറ്റും, ആഫ്റ്റർ ആ ട്രീറ്റ്മെൻറ്റ് കൊടുത്തതിന് ശേഷം ഒരു സിംഗിൾ മെഷർമെൻറ്റും ആണ് എടുത്തത്. ഒരു പ്രീ ടെസ്റ്റ് കൊടുത്തു, ഒരു ട്രീറ്റ്മെൻറ്റ് കൊടുത്തു, പിന്നെ സിംഗിൾ പോസ്റ്റ് ടെസ്റ്റ് കൊടുത്തു. എന്നാൽ ഇവിടെ അങ്ങനെയല്ല. ഇവിടെ ഇൻസ്റ്റെഡ് ഓഫ് ഗിവിങ് എ സിംഗിൾ പ്രീ ടെസ്റ്റ് ആൻഡ് പോസ്റ്റ് ടെസ്റ്റ്, അവിടെ സിംഗിൾ പ്രീ ടെസ്റ്റിനും പോസ്റ്റ് ടെസ്റ്റിനും പകരം നമ്മളൊരു സീരീസ് ഓഫ് പ്രീ ടെസ്റ്റ് ആൻഡ് പോസ്റ്റ് ടെസ്റ്റ് ആണ് എടുത്തിട്ടുള്ളത്. ഓക്കെ, സോ ഇതാണ് പ്രീ ടെസ്റ്റ്
സിംഗിൾ ഗ്രൂപ്പ് പ്രീ ടെസ്റ്റും പോസ്റ്റ് ടെസ്റ്റിൽ നിന്നും ഇത് ഡിഫറൻഷ്യേറ്റ് ചെയ്യുന്നത് ഇവിടെ മൾട്ടിപ്പിൾ മെഷർമെൻറ്റ് ബിഫോർ ആൻഡ് ആഫ്റ്റർ ട്രീറ്റ്മെൻറ്റ് എടുക്കുന്നുണ്ട്. അതാണ് മെയിൻലി ഇവിടെ ഡിഫറൻഷ്യേറ്റ് ചെയ്യുന്നത്. ഓക്കെ, അപ്പം ഇവിടെ ഫസ്റ്റ് ഡിസൈൻ നമ്മൾ പറഞ്ഞത് ടൈം സീരീസ് ഡിസൈനാണ്. ടൈം സീരീസ് ഡിസൈനിൽ ഇത്ര മാത്രമേ ഉള്ളൂ, ഒരു ട്രീറ്റ്മെൻറ്റ് കൊടുക്കുന്നതിന് മുന്നേയും ശേഷവും നമ്മൾ എന്തെടുക്കുന്നുണ്ട്, മൾട്ടിപ്പിൾ മെഷർമെൻറ്റ്സ് എടുക്കുന്നുണ്ട്. ഓക്കെ, ഇത് സിംഗിൾ ഗ്രൂപ്പ് പ്രീ ടെസ്റ്റ് പോസ്റ്റ് ടെസ്റ്റിൽ നിന്നും ഡിഫറൻഷ്യേറ്റ് ചെയ്യുന്നത് അവിടെ ഒരു സിംഗിൾ ടെസ്റ്റ് മാത്രമാണ് എടുക്കുന്നത്, ഇവിടെ മൾട്ടിപ്പിൾ മെഷർമെൻറ്റ്സ് എടുക്കുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പം ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ആ ഒരു എക്സാമ്പിൾ വെച്ചിട്ട് ആലോചിച്ച് നോക്കുക. ഒരു സ്ട്രെസ് മാനേജ്മെൻറ്റ് ടെക്നിക്കിൻ്റെ ഭാഗമായിട്ട് നമ്മൾ മെഡിറ്റേഷൻ എത്രത്തോളം എഫക്റ്റീവ് ആണ് നോക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഒരു മൾട്ടിപ്പിൾ ബിഫോർ ട്രീറ്റ്മെൻറ്റ് കൊടുക്കുന്നതിന് മുന്നേ നമ്മൾ മൾട്ടിപ്പിൾ മെഷർമെൻറ്റ്സ് എടുക്കുന്നുണ്ട്. ആഫ്റ്റർ ട്രീറ്റ്മെൻറ്റ് കൊടുത്തതിന് ശേഷവും നമ്മൾ എന്തെടുക്കുന്നുണ്ട്, മൾട്ടിപ്പിൾ മെഷർമെൻറ്റ്സ് എടുക്കുന്നുണ്ട്. ഓക്കെ, എന്നിട്ട് ഇത് കമ്പയർ ചെയ്യാണ് ചെയ്യുക. ഇനി രണ്ടാമത്താണ് ഇക്വാലൻറ്റ് ടൈം സാമ്പിൾ ഡിസൈൻ എന്ന് പറയുന്നത്. ഇക്വാലൻറ്റ് ടൈം സാമ്പിൾ ഡിസൈനിൽ സിമിലർ ടു അല്ലെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞ ടൈം സീരീസ് ഡിസൈൻ്റെ ഒരു എക്സ്റ്റൻഷനാണ് എന്ന് വേണമെങ്കിൽ പറയാം. അവിടെ നമ്മൾ ഈ ഒരു ഡിസൈനിൽ ട്രീറ്റ്മെൻറ്റ് റിപ്പീറ്റഡ് ആയിട്ട് നമ്മൾ ട്രീറ്റ്മെൻറ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്, അതേപോലെ തന്നെ റിമൂവ് ചെയ്യുന്നുണ്ട്, അതുപോലെ തന്നെ റീഇൻട്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. ഒരു പെർട്ടിക്കുലർ സീരീസിലാണ് ഒരു സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള ഒരു വേയിലൂടെയാണ് നമ്മൾ ട്രീറ്റ്മെൻറ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്യുക. ഓക്കെ, അപ്പം ഫസ്റ്റ് പറയുമ്പോൾ നമുക്ക് ക്ലാരിറ്റി ഉണ്ടാവില്ല. നമുക്ക് ഈ ഒരു എക്സാമ്പിൾ വെച്ചിട്ട് തുടങ്ങാം. നമ്മൾ നേരത്തെ പറഞ്ഞൊരു എക്സാമ്പിൾ, അതായത് A study examines the effect of meditation on reducing stress. സ്ട്രെസ്സ് കുറയുന്നതിൽ എത്രത്തോളം മെഡിറ്റേഷന് എഫക്റ്റ് ഉണ്ട് അല്ലെങ്കിൽ ഇൻഫ്ലുവൻസ് ഉണ്ട് എന്നുള്ളത് നമ്മൾ നോക്കുന്ന ഒരു സ്റ്റഡിയിൽ നമ്മൾ ദ ഗ്രൂപ്പ് പ്രാക്ടീസസ് മെഡിറ്റേഷൻ for 2 weeks then stops for a week. അപ്പം ഒരു ഗ്രൂപ്പ്, ആ ഗ്രൂപ്പിന് നമ്മൾ മെഡിറ്റേഷൻ സ്ട്രെസ്സ് കുറക്കാൻ വേണ്ടിയിട്ട് മെഡിറ്റേഷൻ കൊടുക്കുകയാണ്. ഒരു 2 ആഴ്ച നമ്മൾ എന്ത് ചെയ്തു, ട്രീറ്റ്മെൻറ്റ് മെഡിറ്റേഷൻ കൊടുത്തു. എന്നിട്ട് അടുത്ത ഒരാഴ്ചത്തേക്ക് നമ്മൾ എന്ത് ചെയ്തു, മെഡിറ്റേഷൻ പ്രത്യേകിച്ച് ട്രീറ്റ്മെൻ്റ് ഒന്നും കൊടുത്തില്ല, മെഡിറ്റേഷൻ ഒന്നും കൊടുത്തില്ല. എന്നിട്ട് നമ്മൾ വീണ്ടും അടുത്ത ആഴ്ച ഒരു മെഡിറ്റേഷൻ റെസ്യൂം ചെയ്തു. വീണ്ടും നമ്മൾ എന്ത് ചെയ്യാണ്, മെഡിറ്റേഷൻ സ്റ്റോപ്പ് ചെയ്യാണ്. അങ്ങനെ ഒരു ഓൾട്ടർനേറ്റീവ് ആയിട്ടുള്ള വേയിലൂടെ നമ്മൾ ഓരോ ലെവലിലുള്ള ഓരോ ഫേസിലുള്ള സ്ട്രെസ്സ് നമ്മൾ എന്ത് ചെയ്യാണ്, മെഷർ ചെയ്യാണ്. ഇവിടെ നോക്കിയാൽ മനസ്സിലാവും. ഫസ്റ്റ് നമ്മൾ ട്രീറ്റ്മെൻറ്റ് കൊടുത്തു, എന്നിട്ട് ഒബ്സർവ് ചെയ്തു. രണ്ടാമത്തെ ആഴ്ചയിൽ ട്രീറ്റ്മെൻറ്റ് ഒന്നും കൊടുത്തില്ല, എന്നിട്ട് ഒബ്സർവ് ചെയ്തു. മൂന്നാമത്തെ ആഴ്ചയിൽ നമ്മൾ വീണ്ടും ട്രീറ്റ്മെൻറ്റ് കൊടുത്തു, പിന്നെ ഒബ്സർവ് ചെയ്തു. അങ്ങനെ ഒരു സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള വേയിലൂടെ റിപ്പീറ്റഡ് ആയിട്ട് ട്രീറ്റ്മെൻറ്റ്സ് ഇൻട്രൊഡ്യൂസ് ചെയ്തും റിമൂവ് ചെയ്തും റീഇൻട്രൊഡ്യൂസ് ചെയ്തും നമ്മൾ ഒരു ബിഹേവിയറിൻ്റെ അല്ലെങ്കിൽ ഒരു പർട്ടിക്കുലർ ട്രീറ്റ്മെൻറ്റിൻ്റെ എഫക്റ്റ് പഠിക്കുന്ന ഡിസൈനെയാണ് നമ്മൾ ഇക്വാലൻ്റ് ടൈം സാമ്പിൾസ് ഡിസൈൻ എന്ന് പറയുക. അപ്പോൾ ഇതിൽ ഡിഫറൻസ് എന്താണെന്ന് വെച്ചാൽ, അവിടെ നമ്മൾ ഒരു അതായത് ഫസ്റ്റ് ഡിസൈനിൽ നമ്മൾ ഒബ്സർവേഷൻ, മൾട്ടിപ്പിൾ ആയിട്ടുള്ള ഒബ്സർവേഷൻ ബിഫോർ ട്രീറ്റ്മെൻറ്റ് കൊടുത്തു, ആഫ്റ്റർ നമ്മൾ ഒബ്സർവ് ചെയ്യാണ്. ഇവിടെ ഓരോ ടൈമും നമ്മൾ ട്രീറ്റ്മെൻറ്റ് കൊടുക്കുന്നു, ഒബ്സർവ് ചെയ്യുന്നു. അടുത്ത തവണ ട്രീറ്റ്മെൻറ്റ് കൊടുക്കുന്നില്ല, വീണ്ടും ഒബ്സർവ് ചെയ്യുന്നു. അടുത്ത തവണ നമ്മൾ വീണ്ടും ട്രീറ്റ്മെൻറ്റ് റീഇൻട്രൊഡ്യൂസ് ചെയ്യുന്നു, ഒബ്സർവ് ചെയ്യുന്നു. അങ്ങനെ ഒരു സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള വേയിലൂടെയാണ് നമ്മളിവിടെ ട്രീറ്റ്മെൻറ്റ്സ് അപ്ലൈ ചെയ്യുന്നത്. എന്നിട്ടാണ് നമ്മൾ എഫക്റ്റ് പഠിക്കുന്നത്. സോ ഇത് ടൈം സീരീസ് ഡിസൈൻ്റെ ഒരു എക്സ്റ്റൻഷനാണ്. Then like the time series design, the in equivalent time sample design, a single group is used and the group is exposed to repeated treatments in some systematic way. അപ്പം ഇവിടെ ഒരു സിംഗിൾ ഗ്രൂപ്പാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, യൂസ് ചെയ്തിട്ടുള്ളത്. ആൻഡ് ദ ഗ്രൂപ്പ് ഈസ് എക്സ്പോസ്ഡ് ടു റിപ്പീറ്റഡ് ട്രീറ്റ്മെൻറ്റ്സ്. ഒരു സിംഗിൾ ഗ്രൂപ്പ് എടുത്തു, ആ ഗ്രൂപ്പിനെ നമ്മൾ റിപ്പീറ്റഡ് ആയിട്ടുള്ള ട്രീറ്റ്മെൻറ്റ്സ് കൊടുത്തു, അതൊരു സിസ്റ്റമാറ്റിക് വേയിലൂടെ. എന്നിട്ട് നമ്മൾ ഒബ്സർവ് ചെയ്യാണ്. സോ a single group is exposed to treatment which is introduced. നമ്മൾ ഫസ്റ്റ് ആദ്യമായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്തു, പിന്നെ അത് നമ്മൾ ഒരു പർട്ടിക്കുലർ പീരിയഡിലേക്ക് അത് റിമൂവ് ചെയ്തു, പിന്നെ റീഇൻട്രൊഡ്യൂസ് ചെയ്തു. അങ്ങനെ നമ്മൾ
എഫക്റ്റ് പഠിക്കുന്ന സീരീസിനെയാണ് ഇക്വാലൻറ്റ് ടൈം സാമ്പിൾസ് ഡിസൈൻ എന്ന് പറയുക. അപ്പം ഇവിടെ നമ്മളിപ്പോൾ എക്സാമ്പിൾ എന്താണെന്നുള്ളത് പറഞ്ഞു. സ്ട്രെസ്സിന് നമ്മൾ എത്രത്തോളം മെഡിറ്റേഷൻ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട് എന്നുള്ള രീതിയിൽ അത് നമ്മളൊരു പർട്ടിക്കുലർ സീക്വൻഷ്യൽ ഓർഡറിലാണ് കൊടുത്തത്. ഈ ഒരു ഡിസൈനിനെ നമുക്ക് ഈ ഇതിൽ കാണുന്ന ഡയഗ്രാം വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, റെപ്രസെൻറ്റ് ചെയ്യാൻ പറ്റും. രണ്ട് രീതിയിൽ. ഒന്നെന്ന് പറയുന്നത് നമ്മൾ എന്താണ് ചെയ്തത്, ആദ്യം ഒരു ട്രീറ്റ്മെൻറ്റ് കൊടുത്തു, അതായത് മെഡിറ്റേഷൻ കൊടുത്തു. മെഡിറ്റേഷൻ കൊടുത്തതിന് ശേഷം നമ്മൾ ഒബ്സർവ് ചെയ്യുകയാണ്. രണ്ടാമത്തതിൽ ഇവിടെ X0 എന്ന് കാണുന്നുണ്ടാവും. X0 എന്ന് പറഞ്ഞാൽ പ്രത്യേകിച്ച് നമ്മളൊരു ട്രീറ്റ്മെൻറ്റും കൊടുക്കാത്തൊരു കണ്ടീഷൻ. എന്നിട്ട് നമ്മൾ ഒബ്സർവ് ചെയ്യുകയാണ്. വീണ്ടും നമ്മൾ ഈ X1 റീഇൻട്രൊഡ്യൂസ് ചെയ്യുകയാണ്, അതായത് മെഡിറ്റേഷൻ കൊടുക്കുകയാണ്. വീണ്ടും നമ്മൾ മെഡിറ്റേഷൻ കൊടുക്കാത്ത ആബ്സെൻസ് ഓഫ് ഓൾ ട്രീറ്റ്മെൻറ്റ്സ്, ഇതിനെയാണ് X0 എന്ന് പറയാം. ഇനി നമുക്ക് ഇങ്ങനെയുള്ളൊരു വാല്യൂടെയും ഇതിനെന്ത് ചെയ്യാൻ പറ്റും, റെപ്രസെൻറ്റ് ചെയ്യാൻ പറ്റും. X1 O1. പിന്നെ രണ്ടാമത്തെ ഫേസ് എന്ന് പറയുന്ന സമയത്ത് അവിടെ പ്രത്യേകിച്ച് നോ ട്രീറ്റ്മെൻറ്റും കൊടുക്കുന്നില്ല. എന്നിട്ട് നമ്മൾ ഒബ്സർവ് ചെയ്യുകയാണ്. മൂന്നാമത്തെ കേസ് എന്ന് പറയുന്നത് X2 O3. അവിടെ നമ്മൾ ഒരു വീണ്ടും നമ്മൾ എന്ത് ചെയ്യാണ്, റീഇൻട്രൊഡ്യൂസ് ചെയ്യാണ്. എന്നിട്ട് ഒബ്സർവ് ചെയ്യാണ് നോ X ഓഫർ. അടുത്ത സ്റ്റേജിലും നമ്മൾ പ്രത്യേകിച്ച് ട്രീറ്റ്മെൻ്റ് ഒന്നും കൊടുക്കുന്നില്ല. എന്നിട്ട് ഒബ്സർവ് ചെയ്യുകയാണ്. അങ്ങനെ ഒരു അൾട്ടർനേറ്റീവ് വാല്യൂടെയാണ് നമ്മൾ ഈ ഒരു ഡിസൈൻ കണ്ടിന്യൂ ചെയ്യുക. സോ ഇവിടെ X ഇൻഡിക്കേറ്റ് ട്രീറ്റ്മെൻറ്റ് ദാറ്റ് ഈസ് ഫ്രം ദ എബവ് എക്സാമ്പിൾ ഇറ്റ് ഈസ് മെഡിറ്റേഷൻ ആൻഡ് O ഇൻഡിക്കേറ്റ് ഒബ്സർവേഷൻ ദാറ്റ് ഈസ് സ്ട്രെസ് മെഷർമെൻറ്റ് എന്നുള്ളത്. ഓക്കെ, ഇനി എന്തൊക്കെയാണ് വാട്ട് ആർ ദ സ്ട്രെങ്ത് ഓഫ് ഇക്വാലൻ്റ് ടൈം സാമ്പിൾ ഡിസൈൻ. അതിലൊന്നാമത്തെന്ന് പറയുന്നത് കൺട്രോൾസ് ഹിസ്റ്ററി ആൻഡ് എക്സ്ട്രേനസ് വേരിയബിൾസ്. എക്സ്ട്രേനസ് വേരിയബിൾസിന് എന്ത് ചെയ്യാൻ പറ്റും, കൺട്രോൾ ചെയ്യാൻ പറ്റും. ലിമിറ്റേഷൻ എന്ന് പറയുന്നത് അഡാപ്റ്റേഷൻ ആൻഡ് വേരിയിങ് ട്രീറ്റ്മെൻറ്റ് എഫക്റ്റ് മേ റെഡ്യൂസ് എക്സ്റ്റേണൽ വാലിഡിറ്റി. ഇതിൻ്റെ ലിമിറ്റേഷൻ എന്താണെന്ന് വെച്ചാൽ ജനറലൈസേഷൻ പോസിബിൾ അല്ല എന്നുള്ളത്, അല്ലെങ്കിൽ എക്സ്റ്റേണൽ വാലിഡിറ്റി എന്ത് ചെയ്യുന്നുണ്ട്, ഇവിടെ കുറയുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പം ഇത്രയാണ് സെക്കൻഡ് ഡിസൈനിൽ പറയാനുള്ളത്. ഇവിടെ ഫസ്റ്റ് ഡിസൈനിൽ ഒരു ട്രീറ്റ്മെൻറ്റിന് മുന്നേ പ്രീ ടെസ്റ്റിൽ മൾട്ടിപ്പിൾ മെഷർമെൻറ്റ്സ് എടുക്കുന്നു, പിന്നെ ട്രീറ്റ്മെൻറ്റ് കൊടുക്കുന്നു. ദെൻ ആഫ്റ്റർ ട്രീറ്റ്മെൻറ്റ് പോസ്റ്റ് ടെസ്റ്റിലും മൾട്ടിപ്പിൾ മെഷർമെൻറ്റ്സ് എടുക്കുന്നു. രണ്ടാമത്തെ ഇക്വാലൻ്റ് ടൈം സാമ്പിൾസ് ഡിസൈൻ എന്ന് പറയുന്ന സമയത്ത് അവിടെ മൾട്ടിപ്പിൾ അല്ലെങ്കിൽ റിപ്പീറ്റഡ് ആയിട്ടുള്ള ട്രീറ്റ്മെൻറ്റ് ഒരു സിസ്റ്റമാറ്റിക് വാല്യൂടെ കൊടുത്തിട്ടാണ് നമ്മൾ മെഷർ ചെയ്യുന്നത് അല്ലെങ്കിൽ ഒബ്സർവ് ചെയ്യുന്നത്. എന്നിട്ട് അതിൻ്റെ റിസൾട്ട് നമ്മൾ എന്ത് ചെയ്യാണ്, ഇവിടെ കമ്പയർ ചെയ്യുകയാണ് എന്നുള്ളതാണ്. സോ ഇവിടെ മൾട്ടിപ്പിൾ ട്രീറ്റ്മെൻറ്റ്സ് ഒരു സിസ്റ്റമാറ്റിക് വാല്യൂടെ നമ്മൾ കൊടുത്തിട്ടാണ് എഫക്റ്റ് പഠിക്കുന്നത്. അതാണ് രണ്ടാമത്തെ ഡിസൈൻ എന്ന് പറയുന്നത്. ഇനി മൂന്നാമത്തെ ഡിസൈൻ എന്ന് പറയുന്നത് നോൺ ഇക്വാലൻ്റ് കൺട്രോൾ ഗ്രൂപ്പ് ഡിസൈൻ. ഈ ഡിസൈന് നമ്മൾ ഓൾറെഡി മുന്നത്തെ ഡിസൈനുകളിലൊക്കെ ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ്. അതിൽ റാൻഡമൈസേഷൻ ഇല്ലാത്ത ആ സെയിം കണ്ടീഷനെയാണ് നമ്മൾ നോൺ ഇക്വാലൻ്റ് കൺട്രോൾ ഗ്രൂപ്പ് ഡിസൈൻ എന്ന് പറയുന്നത്. സോ നോൺ ഇക്വാലൻ്റ് കൺട്രോൾ ഗ്രൂപ്പ് ഡിസൈൻ എന്ന് പറയുന്ന സമയത്ത് ദ എക്സ്പെരിമെൻറ്റർ cannot randomly assign them to control group and experimental group. ഇവിടെ എക്സ്പെരിമെൻറ്റർക്ക് കൺട്രോൾ ഗ്രൂപ്പിലേക്കും അതേപോലെ തന്നെ എക്സ്പെരിമെൻ്റൽ ഗ്രൂപ്പിലേക്കും സബ്ജക്റ്റിനെ റാൻഡമായിട്ട് അസൈൻ ചെയ്യാൻ പറ്റുന്നില്ല. അപ്പോൾ നമുക്കറിയാം കോസ് എക്സ്പെരിമെൻറ്റിലുള്ള ഒരു ക്രൈറ്റീരിയ തന്നെയാണ്, അല്ലെങ്കിൽ ഒരു ക്യാരക്ടറിസ്റ്റിക്സ് ആണത് എന്ന് പറയുന്നത്. ഇൻ വർക്കിംഗ് വിത്ത് സച്ച് ഇൻടാക്ട് നോൺ ഇക്വാലൻ്റ് ഗ്രൂപ്പ്സ് നമ്മൾ പൊതുവേ യൂസ് ചെയ്യാറുള്ളത് നോൺ ഇക്വാലൻ്റ് കൺട്രോൾ ഗ്രൂപ്പ് ഡിസൈൻ, അതായത് ഇപ്പോൾ നമ്മൾ പറഞ്ഞിട്ടുള്ള നോൺ ഇക്വാലൻ്റ് കൺട്രോൾ ഗ്രൂപ്പ് ഡിസൈനാണ് യൂസ് ചെയ്യാറുള്ളത്. സോ ഇവിടെ നമ്മൾ റാൻഡമൈസേഷൻ അല്ലെങ്കിൽ റാൻഡംലി സബ്ജക്റ്റിനെ ഈ എക്സ്പെരിമെൻ്റൽ ഗ്രൂപ്പിലേക്കും കൺട്രോൾ ഗ്രൂപ്പിലേക്കും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നില്ല, അസൈൻ ചെയ്യാൻ പറ്റുന്നില്ല. പകരം ഓൾറെഡി എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള ഗ്രൂപ്പിൽ ആ ഗ്രൂപ്പിൽ നമ്മൾ പ്രീ ടെസ്റ്റും അതേപോലെ തന്നെ പോസ്റ്റ് ടെസ്റ്റും ട്രീറ്റ്മെൻറ്റ് നടത്തുന്നു എന്നുള്ളതാണ്. ഇത് നമ്മൾ
അതായത് പ്രീ ടെസ്റ്റ് പോസ്റ്റ് ടെസ്റ്റ് കൺട്രോൾ ഗ്രൂപ്പ് ഡിസൈൻ എന്നുള്ളതിൽ സിമിലർ ആയിട്ടുള്ള ഒരു ഡിസൈനാണ് മുന്നേ നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. അതായത് 2 ഗ്രൂപ്പ് ഉണ്ട്, ആ ഗ്രൂപ്പിൽ ഒരു കൺട്രോൾ ഗ്രൂപ്പ് ഉണ്ട്, അതേപോലെ തന്നെ എക്സ്പെരിമെൻ്റൽ ഗ്രൂപ്പ് ഉണ്ട്. ആ കൺട്രോൾ ഗ്രൂപ്പിൽ ഒരു ട്രീറ്റ്മെൻറ്റ് കൊടുക്കുന്നതിന് മുന്നേ പ്രീ ടെസ്റ്റ് ചെയ്യുന്നു, പോസ്റ്റ് ടെസ്റ്റ് ചെയ്യുന്നു. കൺട്രോൾ ഗ്രൂപ്പിലല്ല, എക്സ്പെരിമെൻ്റൽ ഗ്രൂപ്പിൽ. ആൻഡ് കൺട്രോൾ ഗ്രൂപ്പിൽ ട്രീറ്റ്മെൻറ്റ് കൊടുക്കാതെ അതിൻ്റെ പ്രീ ടെസ്റ്റും പോസ്റ്റ് ടെസ്റ്റും നമ്മൾ ചെയ്യുന്നു. സോ ഇതിനെയാണ് നമ്മൾ പ്രീ ടെസ്റ്റ് പോസ്റ്റ് ടെസ്റ്റ് കൺട്രോൾ ഗ്രൂപ്പ് ഡിസൈൻ എന്ന് മുന്നേ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഈ സെയിം ഡിസൈനാണ് അവിടെ അതിൽ നമ്മൾ റാൻഡമൈസേഷൻ വെച്ചിട്ടായിരുന്നു റെപ്രസെൻ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. എന്നാൽ ഇവിടെ ആ ഇല്ലാത്ത അല്ലെങ്കിൽ റാൻഡമൈസേഷൻ ഇല്ലാത്ത ഡിസൈനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത് നോൺ ഇക്വാലൻ്റ് എന്നുള്ളതിനർത്ഥം അവിടെ റാൻഡമൈസേഷൻ ചെയ്യുന്നില്ല, കൺട്രോൾ ഗ്രൂപ്പ് ഡിസൈൻ. അതായത് അപ്പോൾ അവിടെ 2 ഗ്രൂപ്പുണ്ട്, ആ 2 ഗ്രൂപ്പിൽ ഒന്ന് എക്സ്പെരിമെൻ്റൽ, രണ്ടാമത്തെ കൺട്രോൾ ഗ്രൂപ്പാണ്. എന്നിട്ട് പ്രീ ടെസ്റ്റും പോസ്റ്റ് ടെസ്റ്റും ചെയ്തിട്ടുള്ള ഡിസൈനെയാണ് നമ്മൾ നോൺ ഇക്വാലൻ്റ് കൺട്രോൾ ഗ്രൂപ്പ് ഡിസൈൻ എന്ന് പറയുക. സോ ഹിയർ യൂസസ് പ്രീ എക്സിസ്റ്റിംഗ് ഗ്രൂപ്പ്സ് നോട്ട് റാൻഡമൈസ്ഡ്. ബോത്ത് ഗ്രൂപ്പ്സ് ആർ ടെസ്റ്റഡ് ബിഫോർ പ്രീ ടെസ്റ്റ് ആൻഡ് ആഫ്റ്റർ പ്രീ ടെസ്റ്റ് പോസ്റ്റ് ടെസ്റ്റ് ട്രീറ്റ്മെൻറ്റ്. അപ്പോൾ നമ്മൾ ട്രീറ്റ്മെൻറ്റ് കൊടുക്കുന്നതിന് മുന്നേ പ്രീ ടെസ്റ്റും ചെയ്യും, അതേപോലെ തന്നെ പോസ്റ്റ് ട്രീറ്റ്മെൻറ്റ് കൊടുത്തതിന് ശേഷം പോസ്റ്റ് ടെസ്റ്റും ചെയ്യും. സോ ഇത് എപ്പോഴും നമുക്ക് റാൻഡം അസൈൻമെൻറ്റ് പോസിബിൾ അല്ലാത്ത സിറ്റുവേഷനിലാണ് നമ്മൾ നോൺ ഇക്വാലൻ്റ് കൺട്രോൾ ഗ്രൂപ്പ് ഡിസൈൻ എന്ന് പറയുക. സോ ഇതിന് എക്സാമ്പിൾ പറയുന്ന സമയത്ത് എ റിസർച്ചർ വാണ്ട്സ് ടു അസസ് ദ ഇമ്പാക്ട് ഓഫ് ന്യൂ ടീച്ചിങ് മെത്തേഡ് ഓൺ മാത്ത് പെർഫോമൻസ്. വൺ ക്ലാസ് റിസീവ് ദ മെത്തേഡ് എക്സ്പെരിമെൻ്റൽ ആൻഡ് അനദർ കണ്ടിന്യൂസ് ദ ട്രഡീഷണൽ മെത്തേഡ് കൺട്രോൾ. ബോത്ത് ആർ ടെസ്റ്റഡ് ബിഫോർ ആൻഡ് ആഫ്റ്റർ ഇൻ്റർവെൻഷൻ. അതായത് ഇതിനൊരു എക്സാമ്പിൾ വെച്ചിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ പുതിയ ടീച്ചിങ് മെത്തേഡ് മാത്സിലെ പെർഫോമൻസിനെ എത്രത്തോളം ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് സ്റ്റഡി. അപ്പം ഒരു ക്ലാസ്സിൽ ടീച്ചർ പുതിയ ഒരു മെത്തേഡ് അപ്ലൈ ചെയ്യുകയാണ്. അപ്പം ആ ഗ്രൂപ്പിനെയാണ് നമ്മൾ എക്സ്പെരിമെൻ്റൽ ഗ്രൂപ്പ് എന്ന് പറയുക. അനദർ ഗ്രൂപ്പിൽ പ്രത്യേകിച്ച് മാറ്റങ്ങളൊന്നും വരുത്താതെ, അതായത് ട്രഡീഷണലി അവരെങ്ങനെയാണോ മാത്സ് മുന്നേ പഠിച്ചിട്ടുണ്ടായിരുന്നത് ആ രീതിയിൽ ഒരു ടീച്ചിങ് മെത്തേഡും അപ്ലൈ ചെയ്യണം, അതായത് കൺട്രോൾ ഗ്രൂപ്പ്. എന്നിട്ട് ഈ ഇൻ്റർവെൻഷൻ കൊടുത്തതിന് മുന്നേയും അതുപോലെ തന്നെ ശേഷവും നമ്മൾ എന്ത് ചെയ്യാണ്, ഈ ഒരു ഗ്രൂപ്പിനെ ഒബ്സർവ് ചെയ്യുകയാണ്. അപ്പോൾ അത്തരത്തിലുള്ള ഡിസൈനെയാണ് നമ്മൾ നോൺ ഇക്വാലൻ്റ് കൺട്രോൾ ഗ്രൂപ്പ് ഡിസൈൻ എന്ന് പറയാം. ഇത് നമുക്ക് എങ്ങനെ ഡയഗ്രത്തിലൂടെ റെപ്രസെൻ്റ് ചെയ്യാം? അതായത് 2 ഗ്രൂപ്പ് ഉണ്ട്, അതായത് പോസ്റ്റ് ടെസ്റ്റ് ഉണ്ട്, പ്രീ ടെസ്റ്റ് ഉണ്ട്. ഈ സെയിം ഡയഗ്രം നമ്മൾ മുന്നേ പഠിച്ചതാണ്. അതിൽ ഫ്രണ്ടിൽ ഒരു വെച്ചിട്ടായിരിക്കും റെപ്രസെൻ്റ് ചെയ്തിട്ടുണ്ടാവുക. ആൻഡ് ആൾസോ ദർ ഈസ് നോ ഈ ഡോട്ടഡ് ലൈൻസ് ഉണ്ടാവില്ല ആ ഒരു ഡയഗ്രത്തിൽ. അപ്പോൾ ഇവിടെ ഇത്രയാണ് ഡിഫറൻസ്. ആ 6ന് പകരം ഇവിടെ ഒരു ഡോട്ടഡ് ലൈൻ വന്നു എന്നുള്ളതാണ്. സോ ഇവിടെ ആദ്യം നമ്മൾ ഒബ്സർവ് ചെയ്തു, അതായത് എക്സ്പെരിമെൻ്റൽ ഗ്രൂപ്പിന് പിന്നെ ട്രീറ്റ്മെൻറ്റ് കൊടുത്തു, പിന്നെ ഒബ്സർവ് ചെയ്തു. ഇനി കൺട്രോൾ ഗ്രൂപ്പിന് നമ്മൾ ഒബ്സർവ് ചെയ്തു, പ്രത്യേകിച്ച് ട്രീറ്റ്മെൻറ്റും കൊടുക്കാതെ നമ്മൾ വീണ്ടും ഒബ്സർവ് ചെയ്യാണ്. സോ ഇതാണ് മൂന്നാമത്തെ ഡിസൈൻ എന്ന് പറയുന്നത്. സോ ഇവിടെ ഡിഫറൻസ് എന്താണ്? ഈ 6 പ്രീ ടെസ്റ്റ് പോസ്റ്റ് ടെസ്റ്റ് കൺട്രോൾ ഗ്രൂപ്പ് ഡിസൈനുമായിട്ട് സിമിലർ ആണ്. അവിടെ ഒരു എന്ന സബ്സ്ക്രിപ്റ്റ് ഇല്ലാതെയാണ് നമ്മൾ അവിടെ റെപ്രസെൻ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഓക്കെ, അപ്പോൾ ഇക്വാലൻസ് ഇല്ലാത്ത റാൻഡമൈസേഷൻ നടക്കുന്നതുകൊണ്ട് തന്നെ ഇക്വാലൻ്റ് അല്ലാത്ത ഗ്രൂപ്പാണ് ഇവിടെ ഉള്ളത്. സോ ഇവിടെ ഇക്വലൻസ് എന്ത് ചെയ്തിട്ടില്ല, ഗ്രാൻഡ് ചെയ്തിട്ടില്ല എന്നുള്ളത് നമുക്ക് പറയാം. സോ ഇതിനൊരു സ്ട്രെങ്ത് എന്ന് പറയുന്നത് അലൗസ് കമ്പാരിസൺ വിത്തൗട്ട് റിക്വയറിങ് റാൻഡമൈസേഷൻ ഇല്ലാതെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കമ്പയർ ചെയ്യാൻ പറ്റും എന്നുള്ളൊരു സ്ട്രെങ്ത് ആയിട്ട് പറയാം. അതായത് റാൻഡമായിട്ട് അസൈൻ ചെയ്തിട്ടില്ലെങ്കിലും കൺട്രോൾ ഗ്രൂപ്പ് അതേപോലെ തന്നെ എക്സ്പെരിമെൻ്റൽ ഗ്രൂപ്പ് വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കമ്പയർ ചെയ്യാൻ പറ്റും. ലിമിറ്റേഷൻ എന്ന് പറയുന്നത് സെലക്ഷൻ ബയാസസ് റിമൈൻസ് എ ത്രെറ്റ്. അതായത് നേരെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള കാര്യം, അതായത് നമ്മൾ റാൻഡം അസൈൻമെൻറ്റ് പോസിബിൾ അല്ലല്ലോ. സോ ഇവിടെ ഈ റാൻഡമായിട്ട് സബ്ജക്റ്റിനെ അസൈൻ ചെയ്യുക അല്ലെങ്കിൽ സെലക്ട് ചെയ്യാൻ പറ്റാത്തത് നമ്മൾ ഇൻറ്റേർണൽ വാലിഡിറ്റി ഒക്കെ കുറക്കാനുള്ള ചാൻസ് ഉണ്ട്. ഓക്കെ, അപ്പോൾ ഇതാണ് ഇതിൻ്റെ ലിമിറ്റേഷൻ എന്ന് പറയുന്നത്. ഇനി നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ള ഒരു ഡിസൈനാണ് കൗണ്ടർ ബാലൻസ്ഡ് ഡിസൈൻ എന്ന് പറയുന്നത്. ഈ കൗണ്ടർ ബാലൻസ്ഡ് ഡിസൈൻ എന്ന് പറയുന്ന സമയത്ത്
ഈ ഡിസൈനിനെ നമ്മൾ വേറെ പല പേരിലും അറിയപ്പെടാറുണ്ട്. ക്രോസ് ഓവർ ഡിസൈന്, അതേപോലെ തന്നെ സ്വിച്ച് ഓവർ ഡിസൈന്, റൊട്ടേഷൻ എക്സ്പെരിമെൻറ്റ്സ് എന്നുള്ള പേരിലൊക്കെ അറിയപ്പെടാറുണ്ട്. ഈ കൗണ്ടർ ബാലൻസ് ഡിസൈൻ എന്നുള്ള ഒരു പേര് ആദ്യമായിട്ട് കൗണ്ടർ ബാലൻസ്ഡ് ഡിസൈൻ എന്നുള്ള പേര് പറഞ്ഞിട്ടുള്ളത് അണ്ടർവുഡ് എന്ന് പറയുന്ന ആളാണ്. 1949 ആളാണ് ഈ ഒരു പേര് സജസ്റ്റ് ചെയ്തിട്ടുള്ളത്. കൗണ്ടർ ബാലൻസ്ഡ് ഡിസൈൻ എന്നുള്ള പേര് സജസ്റ്റ് ചെയ്തിട്ടുള്ള ആളാണ് അണ്ടർവുഡ്. 1949 ഇതുള്ളത്. സോ ഇവിടെ കൗണ്ടർ ബാലൻസ്ഡ് ഡിസൈനിൽ ട്രീറ്റ്മെൻറ്റ്സ് ആർ റാൻഡംലി റൊട്ടേറ്റഡ് എമംഗ് ഗ്രൂപ്പ്സ് ഓർ സീക്വൻസസ് ടു കൺട്രോൾ ഫോർ ഓർഡർ എഫക്റ്റ്. നമ്മൾ ലാറ്റിൻ സ്ക്വയർ ഒക്കെ പറഞ്ഞ സമയത്ത് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ട്രീറ്റ്മെൻറ്റ് കൊടുക്കുന്നതിൽ ഓർഡർ എത്രത്തോളം എഫക്റ്റ് ചെയ്യുന്നുണ്ട് എന്നുള്ള ബേസിലായിരുന്നു നമ്മൾ ആ ഒരു റിസർച്ചൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നത്. അതിനോട് സിമിലറായിട്ട് ഇവിടെ ട്രീറ്റ്മെൻറ്റ്സ് നമ്മൾ കൊടുക്കുന്ന സബ്ജക്റ്റിന് റാൻഡംലി റൊട്ടേറ്റ് ചെയ്തിട്ട് അല്ലെങ്കിൽ പല ഷിഫ്റ്റായിട്ട് പല സീക്വൻഷ്യൽ ഓർഡറിലായിരിക്കും നമ്മൾ ഈ ട്രീറ്റ്മെൻറ്റ് കൊടുക്കുക. അപ്പോൾ നമ്മൾ ലാറ്റിൻ സ്ക്വയർ അറേഞ്ച്മെൻറ്റ്സ് അല്ലെങ്കിൽ ഒരു പർട്ടിക്കുലർ ഓർഡറിലാണ് നമ്മൾ ഈ ഒരു ട്രീറ്റ്മെൻറ്റ്സ് കൊടുക്കുന്നുണ്ടാവുക. സോ ഹിയർ ദ ട്രീറ്റ്മെൻറ്റ്സ് ആർ റാൻഡംലി റൊട്ടേറ്റഡ്. ഇവിടെ നമ്മൾ ഗ്രൂപ്പ്സിന് കൊടുക്കുന്ന ട്രീറ്റ്മെൻറ്റ്സ് റാൻഡംലി ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്ത് ഒരു ഓർഡറിലായിരിക്കും പോകുന്നുണ്ടാവുക. നമ്മൾ ആ ഒരു ഓർഡർ എഫക്റ്റ് നോക്കാൻ വേണ്ടിയിട്ട്, ഓർഡർ എത്രത്തോളം ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട് നോക്കാൻ വേണ്ടിയിട്ടാണ്. ഇറ്റ് ഈസ് ബേസ്ഡ് ഓൺ ലാറ്റിൻ സ്ക്വയർ അറേഞ്ച്മെൻറ്റ്. അപ്പോൾ ഇതിനൊരു എക്സാമ്പിളായിട്ട് ഇപ്പോൾ നമുക്ക് ഇതാണ് കൗണ്ടർ ബാലൻസ്ഡ് ഡിസൈൻ. അതായത് ഈ ഒരു എക്സാമ്പിൾ വെച്ച് പറയുമ്പോൾ കുറച്ചും കൂടി ക്ലിയർ ആയിരിക്കും. നമ്മൾ 4 ടൈപ്സ് ഓഫ് എക്സസൈസ്, അതായത് 4 ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് എക്സസൈസ് എത്രത്തോളം സ്റ്റാമിന എന്ന് പറയുന്ന ഒരു കാര്യത്തിന് എഫക്റ്റ് ചെയ്യുന്നുണ്ട്. അത് നമ്മൾ 4 ഗ്രൂപ്പുണ്ട്. ABCD എന്ന് പറഞ്ഞിട്ടുള്ള 4 ഡിഫറെൻറ്റ് ഗ്രൂപ്പുണ്ട്. ഈ ഗ്രൂപ്പുകളിലൊക്കെ നമ്മൾ എന്ത് ചെയ്യാണ്, ഈ എക്സസൈസ് എന്ന് പറഞ്ഞിട്ടുള്ള 4 ഡിഫറെൻറ്റ് എക്സസൈസ് കൊടുക്കണം. ഈ ഗ്രൂപ്പുകളിൽ അപ്ലൈ ചെയ്യാണ്. എന്നിട്ട് 4 ഗ്രൂപ്പിലേക്കും ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് എക്സസൈസ് കൊടുക്കുകയാണ്. എന്നിട്ട് ഈ എക്സസൈസ് കൊടുക്കുന്നത് ഇവരുടെ സ്റ്റാമിനയിൽ എത്രത്തോളം ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട് അല്ലെങ്കിൽ എഫക്റ്റ് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് നോക്കുന്നത്. നമ്മൾ ഈ 4 എക്സസൈസ് ഇപ്പോൾ E1, E2, E3, E4 ഇത് ഇപ്പം എക്ക് കൊടുത്തിട്ടുണ്ടാവുക. ആദ്യം E1 കൊടുത്തു, പിന്നെ E2 കൊടുത്തു, പിന്നെ E3 കൊടുത്തു, E4 കൊടുത്തു. അങ്ങനെ ഒരു പർട്ടിക്കുലർ ഓർഡറിലാണ്. വേണമെങ്കിൽ ബിക്ക് നമുക്ക് ഫസ്റ്റ് E1 കൊടുക്കുന്നതിന് പകരം E2 കൊടുക്കാം, പിന്നെ E1 കൊടുക്കാം. അങ്ങനെ പല രീതിയിൽ എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് ഓർഡർ ഡിഫറെൻ്റ് ആക്കിയിട്ട് നമുക്ക് കൊടുക്കാൻ പറ്റും. സോ നമ്മൾ ഡിഫറെൻ്റ് ആയിട്ടുള്ള എക്സസൈസ് എത്രത്തോളം ഈ സബ്ജക്റ്റിൻ്റെ സ്റ്റാമിനേനെ എഫക്റ്റ് ചെയ്യുന്നുണ്ട്. അങ്ങനെ ഈ 4 ഗ്രൂപ്പിനും 4 എക്സസൈസ് നമ്മൾ പല ഓർഡറിലാണ് നമ്മൾ കൊടുക്കുന്നുണ്ടാവുക, ഡിഫറെൻറ്റ് ഓർഡേഴ്സിലാണ് കൊടുക്കുന്നുണ്ടാവുക. ഫോർ എക്സാമ്പിൾ ലാറ്റിൻ സ്ക്വയർ പ്രകാരം ഈ ഒരു ഓർഡറിൽ ഇപ്പോൾ 4 ഗ്രൂപ്പ് ഉണ്ട്. അപ്പോൾ ആദ്യം X1 കൊടുത്തു, X2 ട്രീറ്റ്മെൻറ്റ് കൊടുത്തു, X3, X4, അടുത്ത X2, X3, X4, X1. അതായത് ഇപ്പം ഇങ്ങനെ നോക്കിയാൽ മനസ്സിലാവും, ഈ ഒരു കോളത്തിൽ X1 ഒന്നുള്ളൂ, X2 ഒന്നുള്ളൂ, X3 ഒന്നുള്ളൂ, അതേപോലെ തന്നെ X4 ഒന്നുള്ളൂ. അതേപോലെ തന്നെ ഇവിടെയും X1, X2, X3 ഒക്കെ എന്ത് ചെയ്തുള്ളൂ, ഒരു കോളത്തിലും റോയിലും ഓരോന്നും ഒരു സിംഗിൾ ടൈം മാത്രമാണ് വന്നിട്ടുള്ളത്. അങ്ങനെ ഈ ഒരു ഓർഡറിൽ ഡിഫറെൻറ്റ് ഓർഡറിൽ നമ്മൾ ഒരു ഈ ലാറ്റിൻ സ്ക്വയർ ഓർഡറിൽ എന്താ ചെയ്യുക, നമ്മൾ കൊടുത്തിട്ട് അതിൻ്റെ എഫക്റ്റ് പഠിക്കുക എന്നുള്ളതാണ് കൗണ്ടർ ബാലൻസ്ഡ് ഡിസൈൻ. ഇതിനെ നമുക്ക് ഇങ്ങനെയും കൂടെ വേണമെങ്കിൽ റെപ്രസെൻറ്റ് ചെയ്യാം. അതായത് ഗ്രൂപ്പ് എ, 4 ഗ്രൂപ്പ് ഉണ്ട്, ABCD 4 ഡിഫറെൻറ്റ് ഗ്രൂപ്പ് ഉണ്ട്. ആ ഗ്രൂപ്പിൽ ആദ്യം നമ്മൾ എന്ത് ചെയ്യുകയാണ്, ഒരു ട്രീറ്റ്മെൻറ്റ് കൊടുക്കുകയാണ്. ഫസ്റ്റ് ട്രീറ്റ്മെൻറ്റ് കൊടുക്കുകയാണ്, എന്നിട്ട് ഒബ്സർവ് ചെയ്തു. രണ്ടാമത്തെ X2 ട്രീറ്റ്മെൻറ്റ് കൊടുത്തു, ഒബ്സർവ് ചെയ്തു. മൂന്നാമത്തെ X3 ട്രീറ്റ്മെൻറ്റ് കൊടുത്ത് ഒബ്സർവ് ചെയ്തു. ഇനി അടുത്ത ഗ്രൂപ്പ് ബിയിലേക്ക് വരുമ്പോൾ ആദ്യം ഇപ്പോൾ എക്സസൈസ് ആണെങ്കിൽ രണ്ടാമത്തെ ടൈപ്പ് ഓഫ് എക്സസൈസാണ് നമ്മൾ ആദ്യം കൊടുത്തത്, 4ാമത്തെ ടൈപ്പാണ് നമ്മൾ പിന്നെ കൊടുത്തത്, പിന്നെ 1ാമത്തത്, പിന്നെ 3ാമത്തെ. ഈ ഒരു ഡിഫറെൻറ്റ് ഓർഡറിലാണ് നമ്മൾ എന്ത് ചെയ്യുക, ട്രീറ്റ്മെൻറ്റ് അപ്ലൈ ചെയ്യുക. സോ ഇത്തരത്തിലുള്ള ഡിസൈനെയാണ് നമ്മൾ കൗണ്ടർ ബാലൻസ്ഡ് ഡിസൈൻ എന്ന് പറയാം.
അതേപോലെ തന്നെ ഇവിടെ ഇൻറ്റേർണൽ വാലിഡിറ്റി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കമ്പാരിറ്റീവ്ലി ഇപ്പോൾ ഹിസ്റ്ററി മെച്ചുറേഷൻ പോലെയുള്ള ഇൻറ്റേർണൽ വാലിഡിറ്റി ത്രെഡ്സിനെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും. അതേപോലെ തന്നെ ലിമിറ്റേഷൻ എന്ന് പറയുന്നത് ജനറലി നിങ്ങൾക്കറിയാം കോസ് എക്സ്പെരിമെൻ്റൽ ഡിസൈനിൽ ട്രൂ എക്സ്പെരിമെൻ്റൽ ഡിസൈനിനെ കമ്പയർ ചെയ്യുന്ന സമയത്ത് എക്സ്റ്റേണൽ വാലിഡിറ്റി കുറവായിരിക്കും എന്നുള്ളതാണ്. നമുക്ക് ജനറലൈസേഷൻ പോസിബിൾ അല്ല എന്നുള്ളതാണ്. സോ ഇവിടെ എക്സ്റ്റേണൽ വാലിഡിറ്റി കുറവായിരിക്കും. അതേപോലെ തന്നെ ഇൻറ്റേർണൽ വാലിഡിറ്റിയും ഒരു പരിധി വരെ അതിൻ്റെ ത്രെഡ്സും കാര്യങ്ങളൊക്കെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും എന്നുള്ളത് ഇതിൻ്റെ ബെനിഫിറ്റായിട്ട് പറയാൻ പറ്റും. ബാക്കിയുള്ള ഡിസൈൻസ് നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ പറയാം. താങ്ക് യു സോ മച്ച്.